ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല, നമ്മൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നത് നമ്മളൊരു സവരം പേരണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി പോലെ ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ അത്യാവശ്യത്തിന് ഇപ്പോൾ സൈസുമായി, അതേപോലെ തന്നെ അവർ ഒരു എഗ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്കൊരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 അടി നീളം 1.5 അടി വീതിയിലുള്ളൊരു ടാങ്കാണ്, അതേപോലെ 1.5 അടി ഹൈറ്റിലുള്ളൊരു ടാങ്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി. അപ്പോൾ നമ്മളിപ്പോൾ ഇവർക്ക് എടുക്കുന്ന ടാങ്ക് ഈ അക്വേറിയത്തിൽ നമ്മളൊരു ഓസ്കാർ ഫിഷിനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ ആ കാണുന്ന ബ്ലാക്ക് ടൈഗറാണ് ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പതിൽ നമ്മൾ ഇതിൽ നിന്ന് മാറ്റും. അപ്പോൾ ഇവർക്ക് ഇതൊരു ബ്രീഡിങ് ടാങ്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവർ കിട്ടിയിട്ട് ഒരു 2 ഇഞ്ച് ആ സൈസിലൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഏകദേശം ഇതൊരു 6 ഇഞ്ച് എബോവ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9 മാസം ആയിട്ടുണ്ട്. 8-9 മാസം, അതാണ് ഇവരുടെ ഒരു എന്താ പറയുക എഗ് ചെയ്യാനുള്ള ആ ഒരു ടൈമിങ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ മറ്റ് സിക്ലിഡ്സ് പോലെ നമ്മൾ ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എഗ് ചെയ്യാനുള്ള ഇതൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഗ്ലാസ്സിൽ എഗ് ചെയ്യും, ഇതേപോലെ വെച്ചിട്ടുള്ള കല്ലിൽ എഗ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ബ്രീഡിങ് ആയിട്ട് ഇട്ടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ നമ്മൾ ഓസ്കാറിനെ മാറ്റിയിട്ട് വേറെ ടാങ്കിലേക്ക് ആക്കും. അപ്പോൾ നമുക്ക് മാറ്റാനുള്ളൊരു സൗകര്യം വേറെ ടാങ്ക് ഫ്രീ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സവറൻ ഫിഷിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് മെയിലിൻ്റെ ബോഡിയിൽ നന്നായിട്ട് ഡോട്ട് ഉണ്ടാവും, ഫീമെയിലിനായിട്ട് ഡോട്ട് അങ്ങനെ കുറവായിരിക്കും. പിന്നെ കളറിൻ്റെ കാര്യത്തിലും ഇച്ചിരി മങ്ങിച്ച കളറായിരിക്കും. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മെയിലിന് ഫീമെയിലിനെ അപേക്ഷിച്ച് വലിയ ബോഡി സൈസ് ആയിരിക്കും. ഫീമെയിലിന് ഒതുങ്ങിയ ബോഡി ആയിരിക്കും, അതായത് സ്ലിം ബോഡി ആയിരിക്കും, പരപ്പില്ലാത്ത ബോഡി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവരുടെ മെയിൽ ഫീമെയിൽ നമ്മൾ തിരഞ്ഞെടുത്തത്. മറ്റ് സിക്ലെറ്റ്സിനെ അപേക്ഷിച്ച് ഇവർ ഭയങ്കര പേടിയുള്ള സ്വഭാവക്കാരാണ്. അതായത് നമ്മളിതിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്ന ടൈമിൽ കൂടെ അവിടുന്ന് മാറി അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അക്വേറിയത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കഴിഞ്ഞിട്ട് അവർ സ്വയം മേത്തൊക്കെ മുറിവാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രീഡിങ് ടൈമിൽ ഇവരങ്ങനെ ഇടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ എഗ് ചെയ്താൽ പോലും നമ്മളടുത്ത് പോകുകയെന്നുണ്ടെങ്കിൽ അവരേക്ക് മൊത്തം കഴിക്കും. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ മറ്റ് സിക്ലിഡ്സിനെക്കാട്ടിയും എഗ് കൗണ്ട് കൂടുതലായിരിക്കും. ഒരുപാട് എഗ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ ബേബീസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യും. നല്ല രീതിയിൽ മെയിലാണ് കൂടുതലായിട്ട് ബേബീസിനെ കെയർ ചെയ്യുന്നത്. ഫീമെയിൽ കെയർ ചെയ്യില്ല എന്നല്ല, അവർ മാറി കെയർ ചെയ്യും. പക്ഷെ അതിൽ കൂടുതലായിട്ട് മെയിലാണ് ഇങ്ങനെ കെയർ ചെയ്യാറ്. സവറൻ ഫിഷിൻ്റെ ഫുൾ സൈസ് എന്ന് പറയുന്നത് 9 to 10 ഇഞ്ചസ് വരെയൊക്കെ നമ്മുടെ ഇവിടെ സൈസായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇതിൽ അക്വേറിയത്തിലാണ് ഷോപ്പുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്താൽ നമുക്കൊരു 9 ഇഞ്ച് 10 ഇഞ്ച് വരെയുള്ള സവരത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇതിനെ എഗ് ചെയ്യുന്നതിന് ബാധിക്കുന്നതാണ്. നല്ല രീതിയിൽ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഒരു പെട്ടെന്ന് എഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അതായത് ക്ലിയറിങ് കണ്ടിട്ട് വെള്ളം ചേഞ്ച് ചെയ്യാണ്ടിരിക്കരുത്. അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ 30-40% വെള്ളം ക്ലിയർ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് എഗ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ നമ്മൾ ഇവരെ വളർത്തുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതായത് ഓസ്കാറിനെക്കാട്ടി നല്ല രീതിയിൽ വാട്ടർ ചേഞ്ച്, വാട്ടർ ക്വാളിറ്റി നമ്മൾ ചെയ്യണം. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സവറൻ ഫിഷിനെ നമുക്ക് ബ്രീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.